اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا മുഹമ്മദ്. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹിക്കമ് എന്ന് പറയുന്ന കിതാബിലെ 22ാമത്തെ ഹിക്മത്താണ് പറയാൻ പോകുന്നത്. ഈ പറയുന്നതൊക്കെ അള്ളാഹുവിലേക്ക് സാലിക്കായ ഒരു വ്യക്തിയോടാണ്. അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് പ്രയാണ വഴിയിൽ പ്രവേശിച്ച ആളോടാണ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. മാമിൻ നഫസിൻ തുബ്ദീഹി ഇല്ലാ വലഹു ഖദറും ഫീക യുംലീഹി. മാമിൻ നഫസിൻ, ഒറ്റ ശ്വാസവുമില്ല, തുബ്ദീഹി, നീ പുറത്തു വിടുന്ന ഒരൊറ്റ ശ്വാസവും ഇല്ല. ഈ നഫ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരം എന്ന് പറയലുണ്ട്. നഫസ്, ഫായിനിക്ക് ഫതഹ് കൊടുത്ത് നഫസ് എന്ന് പറഞ്ഞാൽ ശ്വാസത്തിനേക്കാണ് പറയാം. ശ്വാസം എന്ന് പറഞ്ഞാൽ മേൽപോട്ട് വലിക്കുന്നതിനേക്ക് മാത്രമല്ല ശ്വാസം എന്ന് പറയാം. മേൽപോട്ട്, അതായത് നമ്മൾ സാധാരണ സയൻസിലൊക്കെ പറയലുണ്ട്, നമ്മളെന്ത് മുകളിലോട്ട് നമ്മൾ ഓക്സിജൻ മുകളിലോട്ട് വലിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുക എന്ന് പറയില്ലേ, ശ്വാസോച്ഛ്വാസം. അതിനേക്കാണ് ശരിക്കും ഇവിടെ നഫസ് എന്ന് പറയാം. അപ്പൊ മാമിൻ നഫസിൻ, ഒരൊറ്റ ശ്വാസവുമില്ല, തുബ്ദീഹി, നീ പുറത്തു വിടുന്ന ഒരൊറ്റ ശ്വാസവും ഇല്ല, ഇല്ലാ വലഹു, ആ ശ്വാസത്തിലൊക്കെ അല്ലാഹു തആല ഉണ്ടാക്കിയിട്ടല്ലാതെ, ഖദറും ഫീക, നിന്നിൽ ഒരു തീരുമാനം, യുംലീഹി, അള്ളാഹു നടപ്പിൽ വരുത്തുന്ന ഒരു തീരുമാനം നിന്നിൽ ഉണ്ടാക്കിയിട്ടല്ലാതെ. എന്താ ഇപ്പൊ പറയണ അറിയോ? നമ്മൾ ശ്വാസത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്രയൊക്കെയാണ് നമ്മൾ സാധാരണ? ലഹലത്ത് എന്ന് വേറൊരു പ്രയോഗമുണ്ട്, തുർഫത്ത് എന്ന് വേറൊരു പ്രയോഗമുണ്ട്. എന്നാൽ അതിനേക്കാളും കുറച്ചും കൂടി സമയം കിട്ടുന്ന ഒരു പ്രയോഗമാണ് നഫസ്, ഒരൊറ്റ ശ്വാസത്തിൽ എന്നൊക്കെ പറയില്ലേ. അപ്പൊ ഒരു ശ്വാസത്തിൽ അല്ലാഹു തആല, ഒരു ശ്വാസത്തിന്റെ സമയത്തിൽ അല്ലാഹു തആല ഒരുപാട് തീരുമാനങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മിൽ നടപ്പിലാക്കുന്നുണ്ട്. ലോകത്ത് അല്ലാഹു തആല എന്ത് ചെയ്യുന്നുണ്ട്? നടപ്പിലാക്കുന്നുണ്ട്. ഒരൊറ്റ ശ്വാസത്തില് അല്ലാഹു തആല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നടപ്പിലാക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹു നടപ്പിലാക്കുന്ന ഏതൊരു കാര്യവും, അത് ഖൈറാവട്ടെ ഷർറാവട്ടെ, അത് പൂർണ്ണമായും അംഗീകരിക്കുന്ന ആൾക്കാണ് സാലിക്ക് എന്ന് പറയാം. അങ്ങനത്തെ ആൾക്ക് എന്ത് പറയുള്ളൂ? സാലിക്ക് എന്ന് പറയുള്ളൂ. ഈമാൻ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്? നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കല്, അല്ലെ? അത് ഈമാന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും അത് മറന്നുപോകും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ലാഭം ഉണ്ടാകുമ്പോ നമ്മള് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു തആല എന്നെ കൈവിട്ടില്ലല്ലോ എന്നൊക്കെ പറയും. നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോഴോ നമ്മളെ സ്വഭാവങ്ങളൊക്കെ നേരെ തിരിച്ചേക്കാറ്, അല്ലെ? എന്നാ നമ്മളെ ഈമാൻ കാര്യത്തിലൊരു വിശ്വാസം എന്താ? നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല കണക്കാക്കിയതാണ്. അത് വിശ്വസിക്കുന്നുണ്ട് നമ്മൾ. ഇസ്ലാം കാര്യങ്ങൾ 5ഉം ഈമാൻ കാര്യങ്ങൾ 6ഉം നമ്മൾ അംഗീകരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അല്ലാഹു തആല ചില തീരുമാനങ്ങൾ നടപ്പിലാക്കുമ്പോ അത് അംഗീകരിക്കാൻ നമുക്ക് പ്രയാസമാണ്. അപ്പൊ മാമിൻ നഫസിൻ, ഒരൊറ്റ ശ്വാസവുമില്ല, തുബ്ദീഹി, നീ പുറത്തു വിടുന്ന ഒരൊറ്റ ശ്വാസവുമില്ല, ഇല്ലാ വലഹു, അല്ലാഹു തആലാക്ക് ഉണ്ടായിട്ടല്ലാതെ, ഖദറും ഫീക, നിന്നിൽ ഒരു തീരുമാനം, യുംലീഹി, നടപ്പിൽ വരുത്തുന്ന ഒരു തീരുമാനം. അപ്പൊ ഓരോ സെക്കൻഡിലും അല്ലാഹു തആല ഓരോ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നുണ്ടെങ്കിൽ അല്ലാത്ത സന്ദർഭങ്ങളിൽ എന്തൊക്കെ അല്ലാഹു തആല നടപ്പിൽ വരുത്തുന്നുണ്ടാവും? നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത പല കാര്യങ്ങളും അല്ലാഹു തആല എന്ത് ചെയ്യുന്നുണ്ട്? നമ്മിൽ നടപ്പിലാക്കുന്നുണ്ട്. അത് ഒരു പക്ഷെ നമുക്ക് പറഞ്ഞാൽ തിരിയില്ല. ഇപ്പൊ ശാസ്ത്രം പറയുന്നത് നമ്മളെ മുഖത്ത് ചില ജീവികളുണ്ട്, ആ മുഖത്തുള്ള ജീവികൾക്ക് മറ്റു ഭാഗങ്ങളിലേക്ക് ചെല്ലാൻ കഴിയില്ല.
അവർക്കുള്ള ഭക്ഷണം എവിടെ തന്നെ ഉള്ളൂ? നമ്മുടെ മുഖത്തുള്ളത്. ചില ജീവികൾക്ക് നമ്മുടെ കാലുമ്മയാണ് എന്തുള്ളത്? ഭക്ഷണം ഉള്ളത്. കാലുമ്മ വരുന്ന പൊടികൾ, അതിലുണ്ടാകുന്ന പല സാധനങ്ങൾ, അതിന്നുണ്ടാകുന്ന പല സാധനങ്ങൾ, അങ്ങനെ കഴിച്ച് ജീവിക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മിലൂടെ നടപ്പിലാക്കുന്ന എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് അള്ളാഹു താലാക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടാണ് ഒരാള് ശരിക്ക് പൊരുള് ഒരു മനുഷ്യൻ അറിഞ്ഞാൽ പിന്നെ അയാൾ മുണ്ടൂല, അയാൾക്ക് മുണ്ടാൻ കഴിയില്ല എന്നാണ്. യഥാർത്ഥ ഒരു മനുഷ്യ ജീവിത യാഥാർത്ഥ്യത്തിന്റെ പൊരുളുണ്ടല്ലോ, അതൊരു മനുഷ്യൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനക്ക് ഉണ്ടാവില്ല, മുണ്ടാട്ടം ഉണ്ടാവില്ല. പക്ഷെ ആ പൊരുൾ എന്ത് ചെയ്യണം? ഒരു മനുഷ്യൻ അറിയണം. അപ്പൊ ഇതില് ഇപ്പൊ ഈ ഹിക്മത്തിലൂടെ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയണം എന്താ അറിയോ? നമ്മളെ ശ്വാസത്തിന്റെ വിഷയങ്ങളോ അല്ലെങ്കിൽ ശ്വാസത്തിൽ നടപ്പിലാക്കുന്ന വിഷയങ്ങളല്ല, ഒരു സെക്കൻഡിൽ പോലും അല്ലാഹു തആല തീരുമാനങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നടപ്പിലാക്കുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ എന്ത് തീരുമാനമാണെങ്കിലും അത് ഇരു കയ്യും നീട്ടി സ്വീകരിക്കുന്നവനാണ് ഒരു യഥാർത്ഥ സാലിക്കായ ഒരു വ്യക്തി. അത് എന്ത് ഖൈറാവട്ടെ, അത് ഷർറാവട്ടെ, എന്ത് കാര്യങ്ങളും. അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നല്ലേ, ഫഅസാ അൻ തക്റഹു ശൈഅ. ചിലപ്പോ ചില കാര്യങ്ങൾ നിനക്ക് എന്തായി തോന്നാ? അതൊരു വെറുപ്പായിട്ട്, അതൊരു നല്ലതല്ല, അതൊരു മോശമാണെന്ന് നിനക്ക് തോന്നാം. പക്ഷേ വയജ്അലല്ലാഹു ഫീ ഖൈറൻ കസീറ, അതിൽ അള്ളാഹു തആല ചിലപ്പോൾ ഒരുപാട് ഖൈറുകൾ വെച്ചിട്ടുണ്ടാവും. ചില കാര്യങ്ങൾ നിനക്ക് വെറുപ്പായിട്ട് തോന്നാം, പക്ഷെ അതിൽ അള്ളാഹു തആല ഒരുപാട് ഖൈറുകൾ വെച്ചിട്ടുണ്ടാവും. ഞാനൊരു സാധാരണ ഒരു കഥ പറഞ്ഞുതരാം. ഒരു രാജാവും ഒരു മന്ത്രിയും, എല്ലാവർക്കും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു രാജാവും ഒരു മന്ത്രിയും വേട്ടക്കിറങ്ങി. രണ്ടാളും പാടെ അങ്ങനെ പോവാ. അങ്ങനെ കുറെ ദൂരം നടന്നപ്പോ രാജാവ് പറഞ്ഞു, എനിക്ക് വല്ലാത്ത ദാഹമുണ്ട്, അതുകൊണ്ട് ഒരു കരിക്ക് കുത്തിച്ചാടിച്ചിട്ടാൽ തിരക്കണ്ടെന്നാണ്. അപ്പൊ മന്ത്രി എന്ത് ചെയ്തൊരു ഏണിയൊക്കെ ഉണ്ടാക്കി ഒരു കരിക്ക് കുത്തിച്ചാടിച്ച്, അങ്ങനെ രാജാവ് അദ്ദേഹത്തിന്റെ വാളുകൊണ്ട് ഈ കരിക്ക് ചെത്തിയോടുകൂടെ ഇയാളെ വിരലിനാണ് ചെത്തി. രാജാവിന്റെ വിരലിനെ അങ്ങോട്ട് ചെത്തി. അങ്ങനെ ഈ വിരലാണ് നഷ്ടപ്പെട്ടു, രക്തം ഇങ്ങനെ വരികയാണ്. ഇത് കണ്ട മന്ത്രി ഓടി വന്നിട്ട് പറഞ്ഞു, ഇത് എന്തെങ്കിലുമൊക്കെ ഒരു ഖൈറിനേക്കാരം, നിങ്ങൾ വിഷമിക്കണ്ട, എന്തെങ്കിലുമൊക്കെ ഒരു ഖൈറുണ്ടാവുന്ന. അപ്പൊ രാജാവിന് അങ്ങോട്ട് ദേഷ്യം വന്നു. എന്റെ വിരല് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഖൈറിനേക്കാരം, അല്ലാഹു തആല എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും, അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഖൈറുണ്ടാവും എന്നാണ് മൂപ്പര് പറഞ്ഞു. മൂപ്പർക്ക് ദേഷ്യം വന്നിട്ട് തൊട്ടടുത്തൊരു പൊട്ടക്കിണറുണ്ട്, അയക്കാൻ ഉന്തിട്ട് വരെ മന്ത്രിന് ഈറച്ചിട്ട് രാജാവ് അവിടുന്ന് പോയി. ജാക്കം പോലെ കയറി വാന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഈറച്ചിട്ടാണ് പോയി. അങ്ങനെ മൂപ്പരങ്ങനെ പോയി, കുറെ ചെത്തി വഴി തെറ്റിപ്പോയി. ഏതായാലും കുറെ പോയപ്പോ ഒരു അസാധാരണ രൂപത്തിലുള്ള ആൾക്കാരെ കണ്ടു. എന്ന് പറഞ്ഞാല് ഒരു പ്രത്യേക ഗോത്ര വിഭാഗങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ ആൾക്കാരെ കണ്ടു. ഈ രാജാവിനെ കണ്ടപ്പോ ഓലക്കപ്പാട് ഓടി വന്ന് പിടിച്ചുകൊണ്ടുപോയി. അപ്പൊ ഓല നാട്ടിൽ അന്നൊരു ആചാരമുണ്ട്, എന്താണ്? ഒരാളെ ബലി കൊടുക്കണം. ഇതൊരു കഥ കേട്ടോ, നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി പറയണം. ഇസ്ലാമിക ചരിത്രം ഒന്നല്ല. ഒരാളെ ബലി കൊടുക്കണം. എന്നാ ഓലിത്തെ ഒരാളെ കൊടുക്കാനും പാടില്ല, പുറത്തുനിന്ന് ഒരാളെ കിട്ടും വേണം. അപ്പോഴാണ് ഈ രാജാവ് വന്നത്. അപ്പൊ ഈ രാജാവിനെ പിടിച്ചിട്ട് ഗോത്ര പ്രമുഖന്റെ അടുത്ത് കൊണ്ടുപോയപ്പോ ഇയാൾ ഇങ്ങനെ നോക്കിയപ്പോ പറഞ്ഞു, ഇയാളെ പറ്റൂല. കാരണം ഞമ്മക്ക് ബലിയെറുക്കണമെങ്കിൽ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് ഒരു കോർങ്ങോടും പറ്റാത്ത ആളുമാണ്. ഇയാളെ ഒരു വെല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇയാളെ വെറുതെ വിടണം എന്നാണ്. രാജാവ് സന്തോഷത്തോടുകൂടെ ഒരുപാട് നടന്ന് തിരിച്ച് എവിടേക്കെത്തി? ഈ പൊട്ടക്കിണറിൽ കിടക്കുന്ന മന്ത്രി അടുത്തേക്ക് എത്തി. അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് കയറ്റിട്ടുണ്ട്, ഇജ്ജ് പറഞ്ഞത് ശരിയാണ്, ഇന്റെ ഒരു വിരലെങ്ങാനും പോയില്ലെങ്കിൽ ഞാൻ ഇന്ന് ലോകത്ത് ജീവിച്ചെടുക്കണ്ടാവില്ല. അപ്പൊ അല്ലാഹു തആല ഇതിൽ ഒരു വലിയൊരു ഖൈറ് കണ്ടുക്കണു. അപ്പൊ പൊട്ടക്കിണറിന്ന് വന്ന മന്ത്രി പറഞ്ഞു, എന്നതിൽ വേറൊരു ഖൈറും കൂടി ഉണ്ട് പറഞ്ഞു. എന്ത് ചോദിച്ചു? നിങ്ങളെങ്ങാനും എന്നെ പൊട്ടക്കിണറ്റിക്ക് ഉന്തിട്ടില്ലെങ്കിൽ നിങ്ങളെ കൂടെ ഞാനും പോരുന്നു. നിങ്ങൾക്കാണെങ്കിൽ ഒരു കോറങ്ങേട്, എനിക്ക് യാതൊരു കോറങ്ങേടും ഇല്ല. നിങ്ങളെ സ്ഥാനത്ത് ഇന്നേക്കാരെ ഓല് ബലി കൊടുക്കുക. അപ്പൊ നിന്റെ ഉന്തിട്ടിയിലും ഖൈറുണ്ട്, വിരല് പോയിലും എന്തുണ്ട്? ഖൈറുണ്ട്. സത്യത്തിൽ ഇത് സാധാരണക്കാരന് മനസ്സിലാകുന്ന ഒരു കഥയാണ്. ഇങ്ങനെ തന്നെയാണ് ലോകത്ത് നടക്കുന്ന ഏതൊരു കാര്യത്തിന്റെ പിന്നിലും അല്ലാഹു തആല ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പൊ ഒരു സാലിക്കായ വ്യക്തി എന്ന് പറഞ്ഞാല്, ഇപ്പൊ ബഹുമാനപ്പെട്ട ത്വൽഹത്ത് റളിയല്ലാഹുവിന്റെ ഭാര്യന്റെ കഥ എല്ലാവർക്കും അറിയാം അല്ലെ? കുട്ടി മരിച്ചത് ഭർത്താവ് വന്നിട്ട് പറഞ്ഞില്ല. ഭർത്താവിന് പണി മാറ്റി വന്ന് ഭർത്താവിന്റെ ഡ്രസ്സുകളൊക്കെ ഊരി വാങ്ങി ഭക്ഷണം കൊടുത്ത്, അദ്ദേഹം കുളിച്ച് ഭക്ഷണം കൊടുത്ത് അദ്ദേഹവുമായി ശയിച്ച്
ആ ഒരു സമയത്താണ് ഭാര്യയാകുന്ന ഭാര്യ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്ത്, നമ്മളെ മകൻ മരണപ്പെട്ടിട്ടുണ്ട്, അള്ളാഹുത്താല നമ്മളിന്ന് അള്ളാഹുത്താല നമുക്കൊരു എന്ത് ചെയ്തു, അനുഗ്രഹമായിട്ടൊരു നിഅമത്ത് തന്നു, അത് അള്ളാഹുത്താലനെ തിരിച്ചെടുത്തുകൊണ്ട് പറഞ്ഞു. അപ്പൊ ഭർത്താവിനൊരു സംശയം, എന്താ അങ്ങനെ പറയണത്, നമ്മളെ മകൻ മരിച്ചിട്ടുണ്ട്, മകന് നിഅമത്തായിട്ട് അള്ളാഹുത്താല തന്നതല്ലേ, ആ മകൻ എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹുത്താല തിരിച്ചെടുത്തിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ? അങ്ങനെ ഭാര്യയും ഭർത്താവും തമ്മിൽ തർക്കായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കിലേക്ക് എന്ത് ചെയ്തു, ഈ വിഷയത്തിൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഭാര്യ ചെയ്തതാണ് ശരി. എന്നിട്ട് അള്ളാന്റെ റസൂൽ ഒരു മകന് വേണ്ടി ദുആയിരുന്നു. ആ മകനാണ് ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിക്ക് 11 കൊല്ലം ഖിദ്മത്തെടുത്ത അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അപ്പോ അള്ളാഹു തആലാന്റെ ചില തീരുമാനങ്ങൾ നമുക്ക് ആ സമയത്ത് പ്രയാസമായി തോന്നും, പക്ഷെ അത് പിന്നീട് എന്ത് ചെയ്യും, അതിൽ വലിയ ഖൈർ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ടാവും, വെച്ചിട്ടുണ്ടാവും, വലിയ ഖൈർ എന്ത് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ വിടുന്ന ഓരോ ശ്വാസവും, നമ്മൾ പുറത്തേക്ക് വിടുന്ന ഓരോ ശ്വാസവും, അതിലൊക്കെ അള്ളാഹു തആല ഓരോ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നടപ്പിലാക്കുന്നുണ്ട്. ലോകത്തെ അള്ളാഹു തആല പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നടപ്പിലാക്കുന്നുണ്ട്. ഇപ്പൊ ഈ രോഗങ്ങള് മഹാന്മാർ പറയുന്നുണ്ട്, ഓരോ ദിവസവും അള്ളാഹു തആല പുതിയ പുതിയ രോഗങ്ങൾ ലോകത്തേക്ക് ഇറക്കുന്നുണ്ടെന്ന്. അല്ലെ? ശാസ്ത്രം അതിന്റെ മുമ്പിൽ ഇങ്ങനെ തൊള്ള പൊളിച്ച് നിൽക്കുകയാണ്, ഇത് എന്താണെന്നറിയാതെ. ആ ടെസ്റ്റ് ചെയ്ത് ഈ ടെസ്റ്റ് ചെയ്ത് പല ടെസ്റ്റുകളും ചെയ്തിട്ട് അവസാനം മൊത്തത്തിൽ നമ്മളുണ്ടാവുമല്ലോ, ഒരു പരീക്ഷണ വിധേയനാകുക എന്ന് പറഞ്ഞിട്ട് അവസാനം ഇയാൾ തോറ്റിട്ടുണ്ടാവും. ഒരാഴ്ചക്ക് മരുന്ന് കൊടുക്കും, നിങ്ങൾ പോയി വരും, ഇതൊന്ന് കഴിച്ചു നോക്കിയെന്ന് പറയും. എന്താന്ന് തിരിഞ്ഞിട്ടുണ്ടാവില്ല. അയാൾ പോവും, എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരും, ഒരു മാറ്റമില്ല എന്നറിയും. അപ്പൊ വേറെ ടെസ്റ്റ് കൊടുക്കും. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവര് പഠിച്ചതിൽ ഇത് കാണുന്നില്ല. ഇത് അല്ലാഹു തആല പുതിയ രോഗങ്ങൾ ലോകത്ത് നടപ്പിലാക്കുകയാണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ അല്ലാഹു തആല ഒരൊറ്റ ശ്വാസത്തിൽ പോലും പല വിഷയങ്ങൾ ഒരു മനുഷ്യന് നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ, അല്ലാത്ത സന്ദർഭങ്ങൾ, അതിന്റെ സമയമല്ലാത്ത സന്ദർഭങ്ങളിൽ എന്തൊക്കെ അല്ലാഹു തആല നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. അപ്പൊ ഒരു വിശ്വാസിയായ ആള് എന്ത് നടപ്പിലാക്കിയാലും അതിൽ പൂർണ്ണമായി സന്തോഷിക്കുന്ന, സംതൃപ്തനായിരിക്കണം ഒരാള്. ഞാനിപ്പോ ഇന്നലെ ഒരു കിതാബ് നോക്കിയപ്പോ അതിൽ കണ്ടു, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണേ, ചില അടിമകളെ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പൊ മൂസാ നബി ചോദിച്ചു, അള്ളാഹുവേ ഏതാണ് ആ അടിമകൾ? അപ്പൊ അള്ളാഹു തആല പറഞ്ഞു, ഞാനൊരു വിഷയം സ്നേഹത്തോടുകൂടെ അവരിൽ നടപ്പിലാക്കിയിട്ട്, അവർക്ക് ഞാൻ ആ നടപ്പിലാക്കുന്നതിന്റെ രഹസ്യം അറിയില്ല, എന്തിനാണെന്ന് അറിയില്ല, എന്നിട്ട് പോലും അതിൽ അക്ഷമ കാണിക്കുന്ന ആ സമൂഹത്തിന് എനിക്ക് വലിയ ദേഷ്യമാണ് എന്ന് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. പിന്നെ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളെ ശ്വാസമൊക്കെ ഓരോ മലായികത്ത് എണ്ണുന്നുണ്ട്. നമ്മൾ എത്ര ശ്വാസം മുകളിലോട്ട് വലിക്കുന്നുണ്ട്, ഇതിനോട് കൂടെ ചേർത്തി പറയേണ്ട ഒരു വിഷയമാണ്. എത്ര ശ്വാസം നമ്മൾ മുകളിലോട്ട് വലിക്കുന്നുണ്ട്, എത്ര ശ്വാസം നമ്മൾ കീഴ്പോട്ട് വലിക്കുന്നു, ഇതൊക്കെ എണ്ണാൻ വേണ്ടി, മേലക്ക് വലിക്കുന്നത് എണ്ണാൻ വേണ്ടി ഒരു മലായികത്തുണ്ട്, കീഴ്പോട്ട് വിടുന്നത് എണ്ണാൻ വേണ്ടി ഒരു മലായികത്തുണ്ട്. ഈ ഓരോ ശ്വാസത്തിനൊക്കെ നിയമത്തിനെ കുറിച്ചും അല്ലാഹു തആല നാളെ പരലോകത്ത് ചോദിക്കും. ഓരോന്നിന്റെ നിയമത്തിനെ കുറിച്ചും. കാരണം അള്ളാന്റെ റസൂൽ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാളെ എങ്ങാനും അല്ലാഹു തആല കണ്ണിന്റെ വിഷയത്തിൽ പരീക്ഷിച്ചാൽ അവനക്ക് അല്ലാഹു തആല സ്വർഗം എന്ത് ചെയ്തിട്ടുണ്ട്, ഓഫർ ചെയ്തിട്ടുണ്ട്. കണ്ണ് ഒരു മനുഷ്യൻ അല്ലാഹു തആല കൊടുത്തില്ല, അതിലെ മനുഷ്യൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ അവനക്ക് സ്വർഗം ഉണ്ട്. കാരണം എന്താ, അത് വലിയൊരു പരീക്ഷണമാണ്. അപ്പൊ നമ്മൾ വലിക്കുന്ന ഓരോ ശ്വാസവും അത് എഴുതി വെക്കാൻ എന്തുണ്ട്, മലായികത്തുണ്ട്. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, ഈ ശ്വാസം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദിക്റാക്കി മാറ്റുന്നവനാണ് സാലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുല്ലു നഫസിൻ, ഓരോ ശ്വാസവും ബിഗൈരി ദിക്രില്ലാഹി, അള്ളാഹുവിന്റെ ദിക്റില്ലാത്ത, അള്ളാഹുവിന്റെ സ്മരണയില്ലാത്ത ഓരോ ശ്വാസവും ഫഹുവ മയ്യിത്ത്, അത് മയ്യിത്താണ്. അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായില്ല എന്നുള്ളതാ. അപ്പോ നഫസിന്റെ ജംആണ് അംഫാസ്. അംഫാസ് എന്ന് പറഞ്ഞാല് ശ്വാസങ്ങൾ. നമ്മുടെ ഓരോ ഒരു ദിവസം എത്ര മണിക്കൂറാണ്? 24 മണിക്കൂറാണ്. ഒരു ദിവസം എത്ര മണിക്കൂർ? 24 മണിക്കൂറാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അക്ഷരം 12 അല്ലേ? മുഹമ്മദ് റസൂലുള്ള അക്ഷരം എത്ര? 12. 12 + 12 സമം എത്ര? 24. ഒരു ദിവസം 24 മണിക്കൂറാക്കിയതിന്റെ പിന്നിൽ അല്ലാഹു തആലക്ക് ഒരു ഉദ്ദേശമുണ്ട്. അപ്പൊ ശരിക്കും ഒരു വിശ്വാസിയുടെ കടമ എന്താ?
24 മണിക്കൂറും 24 അക്ഷരങ്ങളുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളത് അവന്റെ ശ്വാസമായിട്ട് അവൻ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. അവനാണൊരു യഥാർത്ഥ വിശ്വാസി. ഇപ്പോ നമ്മളെ വാച്ചിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആരെ വാച്ചിലും 13 ഇല്ല, എല്ലാരിലും 12 ഉള്ളൂ അല്ലേ? ആ 12 അല്ലേ? എല്ലാരെ വാച്ചിലും 12 അല്ലേ? ആ 12 സൂചിപ്പിക്കുന്നത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അദദ് 12ആണ്. അതായത് രാത്രി ലാ ഇലാഹ ഇല്ലല്ലാഹയാണെങ്കിൽ പകൽ മുഹമ്മദ് റസൂലുള്ളാഹയാണ്. രാത്രി ലാ ഇലാഹ ഇല്ലല്ലാഹയാണെങ്കിൽ പകൽ മുഹമ്മദ് റസൂലുള്ളാഹയാണ് എന്ന് പറഞ്ഞാൽ ലോകം ഇങ്ങനെ 2 അഡ്രസ്സിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലേ? 1-8-12, പിന്നെ 1-8-12. ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള 12 അക്ഷരമാണെങ്കിൽ പിന്നെ മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള 12 അക്ഷരം. അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരാളോട് നമ്മൾ നടത്തുന്നത് ആരാധനയും ഒരാളോട് നടത്തുന്നത് നമ്മൾ ആദരവുമാണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ ആരും മറക്കണ്ട. കുല്ലു മാമിൻ നഫസിൻ, ഒരൊറ്റ ശ്വാസവുമില്ല, തുബ്ദീഹി, നീ പുറത്തു വിടുന്ന ഒരൊറ്റ ശ്വാസവുമില്ല, ഇല്ലാ വലഹു, അതിൽ അല്ലാഹു തആല, ഇല്ലാ വലഹു ഖദറുൻ ഫീക യുംലിഹി, അതിൽ അല്ലാഹു തആല നടപ്പിൽ വരുത്തുന്ന ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടല്ലാതെ. അപ്പോൾ ഒറ്റ സെക്കൻഡിൽ പോലും അല്ലാഹു തആല ഒരുപാട് തീരുമാനങ്ങൾ നടത്തുന്നു. ആ തീരുമാനങ്ങൾ മുഴുവൻ ഇത് എന്റെ പ്രണയഭാജനമാകുന്ന അള്ളാഹുവിൽ നിന്നാണ്, എന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ഇത് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. കാരണം ലോകത്ത് ഏറ്റവും വലിയ പരീക്ഷണം ഉണ്ടായതായിരിക്കാം, ഏറ്റവും വലിയ അള്ളാന്റെ റസൂൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആളെയാണ് അല്ലാഹു തആല ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയമാക്കിക്കണം അല്ലേ? പിന്നെ 2ാം സ്ഥാനങ്ങൾ ആരാ? മൂസാ നബിയും ഇബ്രാഹിം നബി എന്ന ഓൽക്കാണ് വല്ലാത്ത പരീക്ഷണം ഉണ്ടായിക്കണം. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമിനിക്ക് പരീക്ഷണം ഉണ്ടായി, ഇബ്രാഹിം നബിക്ക് പരീക്ഷണം. അപ്പൊ അല്ലാഹു തആല ഇദാ ഹബ്ബഹു അബ്ദൻ, ഒരു മനുഷ്യൻ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടാൽ ഇബ്തലാഹുല്ലാഹു, അല്ലാഹു തആല അവനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഏറ്റവും വലിയ പരീക്ഷണം അമ്പിയാക്കൾക്കാണ്, പിന്നെ സ്വഹാബത്തിനാണ്, പിന്നെ ആരിഫീങ്ങൾക്കാണ്, സ്വാലിഹീങ്ങൾക്കാണ്. അപ്പോ ഒരു മനുഷ്യന്റെ ദറജ അള്ളാഹുവിന്റെ അടുത്ത് എത്രമാത്രം ഉണ്ടോ ആ പരീക്ഷണങ്ങളൊക്കെ അവനക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. അപ്പൊ അതിലൊക്കെ ക്ഷമിക്കുന്നവനാണ് ഒരു യഥാർത്ഥ സാലിക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നടപ്പിലാക്കുന്ന, ഈ ലോകത്ത് നടപ്പിലാക്കുന്ന എല്ലാ പരീക്ഷണങ്ങളെയും അതിജയിക്കാനും അത് പൂർണ്ണ സംതൃപ്തിയോടുകൂടെ അത് വരവേൽക്കാനും ഏറ്റെടുക്കാനും ഒരു സാലിക്കായ ഒരാൾക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.